സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ദൈവത്തിൻ്റെ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന നമുക്കറിയാം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന അതുപോലെ തന്നെ, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അയൽക്കാരനെ അല്ലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സകല നിയമങ്ങളും സകല പ്രവചനങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഈശോ അർപ്പിച്ചത്. ഇന്ന് ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയുള്ള വചനങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടും. നമ്മുടെ മനസ്സ് എവിടെയാണ്? നമ്മുടെ മനസ്സ് പൂർണ്ണമായും ദൈവത്തിലാണോ, അതോ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെയാണ്? ഇന്ന് ഒന്നാമത്തെ വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. 31 അധ്യായം, അവിടെ 31 വചനങ്ങളാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കയില്ല അത്. ഞാൻ അവരുടെ കർത്താവ് ആയിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ആ ദിവസം വരുമ്പോൾ, ജെറമിയ 31 വചനമാണ്. യോഹന്നാൻ 14:20 ഇത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു. ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളുടെ ഉള്ളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഇതൊരു വലിയ മേഖലയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണ ഹൃദയം, ദൈവം നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായി ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തുന്ന ദൈവം ആത്മാവായി ഇന്ന് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മൾ വീണ്ടും ചിന്തിച്ചൊരു കാര്യമാണ്, തിരുസഭ, വിശുദ്ധ കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ ഇന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലി. ഇതിനർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവായി ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് അതിന് ചുരുക്കം. ഇതിനൊരു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് കത്തോലിക്ക സഭ ഉണ്ടായത്, അല്ലെ സഭ ഉണ്ടായത്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നല്ലൊരു പൂർണ്ണ ഉറപ്പോടെ, നല്ല ബോധ്യത്തോടെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ ഉള്ളിൽ ഞാൻ സഭയിലൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ 2 കൊരിന്ത്യർ 13:5, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും എന്ന് പറയുമ്പോൾ എന്തെല്ലാം തിന്മ നമ്മളെ ആക്രമിച്ച് നമ്മളെ പരാജയപ്പെടുത്തുന്നത് നമ്മളുടെ കൂടെ നമ്മുടെ ദൈവം ഇതാ നമ്മോടുകൂടെ. ഈ അൾത്താരയിൽ, ഈ ബലിവേദിയിൽ നാം അവിടുത്തെ ഉൾക്കൊണ്ടു. നമ്മുടെ ആത്മാവിൽ ദൈവമെന്ന് വസിക്കുന്നു. ഇപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് വിശ്വാസത്തിന്റെ കാതലാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്, ബലവാനാണ്. ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, രോഗങ്ങളും തകർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത്, അതിനെയൊക്കെ അതിജീവിച്ചവൻ, കാൽവരിയിൽ സർവത്തെയും ജയിച്ചവൻ ആത്മാവായിന്ന് എൻ്റെ ഉള്ളിൽ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഒരു ബോധ്യം, അതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. ദൈവം ആത്മാവായി നമ്മിൽ വസിക്കുന്നു. ആ ദൈവമാണ് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുള്ളത്. നമ്മളെ വഴി നടത്തുന്ന ദൈവം, നമ്മെക്കുറിച്ച് വ്യക്തമായ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതി അറിയാവുന്ന ദൈവം. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പലരും ടൂർ ഗൈഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ടൂർ ഗൈഡ് എന്താ? അവർക്കറിയാം എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാം.
എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവം ഇന്ന് നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനോഭാവങ്ങളെ നയിച്ചുകൊണ്ട് എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, എവിടെയാണ് എന്ന് നമ്മളുടെ ജഡത്തിൻ്റെ ചിന്തകളെ നിഗനിച്ചുകൊണ്ട്, അല്ലെ ശരീരം പറയും, മനസ്സ് പറയും, നമ്മുടെ ആഗ്രഹങ്ങൾ പറയും, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പോകാം എന്ന് പറയുമ്പോൾ അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും നന്മയായിട്ടുള്ള ഇതാണ് എന്ന് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്ന, അല്ലേ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി ഷിക്കാഗോയിൽ നിന്ന് മേരി ജേക്കബ് പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് നമ്മൾ ഓർപ്പിച്ച ഒരു വചനം അതായിരുന്നു. അപ്പൊ നമ്മളുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് ഇതാണ് വഴി, ഇതിലേ പോവുക. ബുദ്ധിമുട്ടുകളൊക്കെയാണ്, പക്ഷേ ആ വഴി മുമ്പിൽ തുറന്നു തരുന്നുകൊണ്ട് കടന്നു പോകുന്നൊരു അടഞ്ഞു കിടക്കുന്ന വഴി. യെശയ്യാ 45:2 പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിനക്ക് മുമ്പേ കടന്നുപോയി. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവം, നമ്മളെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവം, നമ്മളുടെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം നമ്മുടെ മുമ്പേ പോയി, ഇതാണ് വഴി. ഞാൻ നിനക്ക് മുമ്പേ കടന്നുപോയി സകല നിനക്ക് മുമ്പേ കടന്നുപോയി സകല പിച്ചള വാതിലുകളെയും തുറക്കും. പിച്ചള വാതില ഭയങ്കര, ഒരാൾക്കൊന്നും തുറക്കാൻ പറ്റാത്ത വലിയ വാതിലാണ് പിച്ചള വാതിൽ. എന്നാൽ ഇരുമ്പ് കൊണ്ടുള്ള, അത്രയും കട്ടിയുള്ളൊരു വാതിൽ. നമുക്ക് എത്ര പിടിച്ചാലും ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ അങ്ങനെയാണ്. അടച്ചു സാത്താൻ ഓടാമ്പലിട്ട വലിയ, നമുക്ക് ഉയർത്താൻ പോലും പറ്റാത്ത അത്ര ഭാരമുള്ള ഓടാമ്പലിട്ട വാതിൽ അടച്ചിരിക്കുകയാണ് സാത്താൻ. അത് നമുക്ക് മുമ്പേ കടന്നുപോയി സകല ഇരുമ്പ് ഓടാമ്പലുകളെ ഒടിക്കുകയും പിച്ചള വാതിലെ താർക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് ഞാനാകുന്നു. അതെ, ആ ദൈവം നമ്മുടെ ആത്മാവിൽ ഇന്ന് വസിക്കുന്ന ദൈവമാണ്. നാം സഭയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടം മനുഷ്യവർഗത്തിന് കിട്ടിയ ഏറ്റവും അനുഗ്രഹകരമായ ഒരു കാലഘട്ടത്തിലാണ് പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് നാം ജീവിക്കുന്നത്. ഇതുപോലെ ഇത്രയും മനോഹരമായ ഒരു കാലഘട്ടം നമുക്കായി ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലായി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ മനസ്സാക്ഷിയെ മൂടി വച്ചിരിക്കുന്നതാണ് ജെറമ്യാ പറഞ്ഞത്. അന്ന് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ കൊണ്ടുപോയപ്പോൾ അവരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നടത്താനായിട്ട്. അങ്ങനെയല്ല, ഇന്ന് ഞാൻ തന്നെ മോശയിലൂടെ അന്ന് അവരെ നയിച്ചപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. മോശയെ അവർ കല്ലെറിയാൻ നോക്കുന്നു, മോശ പലപ്പോഴും പെറുപെറുക്കുന്നു ദൈവത്തിനെതിരായിട്ട്. കാരണം ഈ ജനത്തിന്റെ പ്രവർത്തനം കണ്ടും, അതാണ് അവരുടെ ഹൃദയം കഠിനമായൊരു ഹൃദയമായിരുന്നു. കാരണം അങ്ങനെ ആക്കി കളഞ്ഞല്ലേ. നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് പാപം ചെയ്ത മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ദൈവമായ കർത്താവ് ഉൽപ്പത്തി 6 പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ് എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ആഗ്രഹം അനുസരിച്ച് മാത്രമേ അവൻ പോവുകയുള്ളൂ. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹം വെച്ച് മാത്രമേ അവൻ പോവുകയുള്ളൂ. എന്റെ ചൈതന്യം മനുഷ്യരിൽ എന്നേക്കും നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവം നമ്മളോട് കൂടെ നിലനിൽക്കുകയില്ല. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകും. അവിടെ പോലും അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ മനുഷ്യന്റെ ആയുസ്, ആദ്യത്തിനോ ഹവ്വായ്ക്കൊക്കെ 1000-900 വർഷമൊക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അവർ. അപ്പം നമ്മൾ ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ട് നാശത്തിലേക്ക് പോകുന്ന ഭൂമിയിൽ കുറേ നാൾ കൂടുതൽ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റനേകരെയും നമ്മൾ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ആയുസ്, അവന്റെ ആയുസ് 120 വർഷമായിരിക്കും എന്ന് പറഞ്ഞു. മനുഷ്യന്റെ ആയുസ് വെട്ടിക്കുറയ്ക്കുന്ന അവിടെയാണ് ഉൽപ്പത്തി 6 3-ാമത്തെ വചനം. വീണ്ടും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് ആദ്യത്തെ ജലപ്രളയവും മനുഷ്യവർഗത്തെ തുടച്ചു നീക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനമൊക്കെ. എന്നാൽ ഇന്നും ആ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ ആണെങ്കിലും കാൽവരിയിലെ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങുന്ന കാൽവരിയിലെ നമ്മുടെ പാപങ്ങളെ മുഴുവനും സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത യേശുക്രിസ്തുവാണ്
നമ്മുടെ രക്ഷകനായി ഇന്ന് അല്ലെ, അന്ന് ദൈവം ജനങ്ങളെ നശിപ്പിച്ചു, വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചു വന്നിട്ടുണ്ട് ആ കാലത്ത്, നോഹയുടെ കാലത്ത്. എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയം നമ്മൾ അറിയേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നമ്മുടെ ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ അറിയുക ദൈവത്തെ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും അറിയുക, സ്നേഹിക്കുക. നമ്മൾ ഈ പാപം ചെയ്ത മനുഷ്യന്റെ അല്ലെ, ദൈവത്തെ അറിയാതെ പോയ മനുഷ്യൻ മരച്ചില്ലകളുടെ ഇടയിൽ പാപം ചെയ്ത് 33 അവിടെ 2 കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അവിടെ. അതായത് 33 അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? ദൈവം ഇന്നും നമ്മോട് ചോദിക്കുന്നുണ്ട്, മകനെ മകളെ, ഞാനും നീയും തമ്മിലുള്ള നമ്മുടെ ബന്ധത്തിൽ നീ എത്ര അകലെയാണ് നിൽക്കുന്നത്? നീ എന്നിൽ നിന്ന് വളരെ ദൂരെയാണല്ലോ. നീ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ദൈവവുമായുള്ള, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സാക്ഷ്യത്തിൽ പലപ്പോഴും ഞാൻ 5 വർഷമായി അമേരിക്കയിൽ നിന്ന് കുമ്പസാരിക്കാതെ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ 5 വർഷം ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ഒരുപക്ഷെ ദൈവം എന്നോട് പലപ്പോഴും ചോദിച്ചിരിക്കാം, മകനെ നീ എവിടെയാണ്? TV കാരുണ്യത്തിലോ കുമ്പസാരമെന്ന കൂദാശയിലൊന്നും ഉറപ്പ് ബോധ്യമില്ലാതെ ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യമായി കൂദാശയായി ഭൂമിയിലുള്ള യേശുവിന്റെ സാന്നിധ്യം അറിയാതെ ഭൂമിയിൽ അതൊന്നും കാര്യമായി എടുക്കാതെ സ്വന്തമായി ജീവിച്ച 5 വർഷക്കാലം അമേരിക്കയിൽ വന്ന് ഇന്ന് പലപ്പോഴും ദൈവം ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് നീ? കാണുന്നില്ലോ നിന്നെ. അതുപോലെ തന്നെയാണ് അത് രാത്രിയിൽ കുമ്പസാരിക്കാനായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഇതാ ഞാൻ കർത്താവേ എന്ന് പറഞ്ഞു ദൈവസന്നിധിയിലേക്ക് കടന്നു നിന്ന് പാപങ്ങളെ ഏറ്റുപറയാനും അനുദപിക്കുവാനുമായിട്ടുള്ള ആ ഒരു വലിയ കൃപ കിട്ടിയെന്ന് ഞാൻ പറയും. അപ്പൊ ദൈവം നമ്മളെ നിരന്തരം ഓരോ മനുഷ്യനെയും ദൈവം വിളിക്കുകയാണ്, മകനെ മകളെ നീ എവിടെയാണ്? നിരന്തരം വിളിക്കുന്നുണ്ട്. 2ാമത്തെ കൽപ്പന നമുക്കറിയാം, മറ്റുള്ളവരുമായിട്ടുള്ള അല്ലേ. ഇത് നമ്മൾ കാണുന്നത് ആദത്തിന്റെ ഹവ്വായുടെ സന്തതി പരമ്പര അല്ലെ, ആദത്തിന്റെ ഹവ്വായുടെ മക്കൾ കായേനും ആബേലും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവര് ഈ മൂത്തവനായ കായേനിൽ ഈ തിന്മയുടെ സ്വാധീനം കടന്നു വന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ അവൻ തന്റെ സഹോദരനായ ആബേലിനെ വെറുക്കുന്നു, അവനെ കൊല്ലാൻ തീരുമാനമെടുക്കുന്നു. ഉൽപ്പത്തി 4 വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ദൈവമായ കർത്താവ് കായനോട് ചോദിക്കുന്നുണ്ട്, അവന്റെ സ്വഭാവം നമ്മളോട് പലപ്പോഴും ദൈവം പലരിലൂടെ ആയിരിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെ വചനത്തിലൂടെ ആയിരിക്കാം. പലപ്പോഴും ദൈവം നമ്മോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നീ എന്ന് പറഞ്ഞാൽ സഹോദരനോട് കോപിച്ചിരിക്കുക, ദൈവത്തോട് കോപിച്ചിരിക്കുന്നു, സഹോദരനോട് കോപിച്ചിരിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ഈ കായേനിലുള്ളത് അല്ലേ. പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുക, 2 അയൽക്കാരനെ മറ്റുള്ളവരെ സ്നേഹിക്കുക, ഈ 2 കാര്യങ്ങളിലാണ് നമ്മുടെ മനസാക്ഷിയിൽ തിന്മ കയറി വന്നുകൊണ്ട് ദൈവത്തോട് കോപം, മറ്റുള്ളവരോട് കോപം. കുടുംബാംഗങ്ങളോട്, നിങ്ങൾ അപ്പനോടായിരിക്കാം, അമ്മയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, സഹോദരങ്ങളോടായിരിക്കാം, മക്കളോടായിരിക്കാം, അല്ലെ ഇൻലോസിനോടായിരിക്കാം, മരുമക്കളോടായിരിക്കാം. അല്ലെ ഈ മേഖല നമ്മളുടെ ജീവിതത്തിലുണ്ട്. നീ എന്താണ് കോപിച്ചിരിക്കുന്നത്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ നമ്മളെ സ്വാധീനിക്കുന്ന തിന്മയെ, അല്ലെ പിശാചിന്റെ പൈശാചികമായ ചിന്തകളെ, വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ശക്തി, നീ അതിനെ കീഴടക്കണം. കായനത് ശ്രദ്ധിച്ചില്ല. സ്വന്തം ആലോചനയിൽ അവന്റെ ഉള്ളിലുള്ള സഹോദരനോടുള്ള ആ അസൂയ അത് പടർന്ന് വലുതായി വെറുപ്പായി, വിദ്വേഷമായി അല്ലെ സഹോദരനെ കൊല്ലാൻ തീരുമാനമെടുത്തു. വെറുപ്പ് കൊലപാതകത്തിലേക്ക് നയിക്കും. ഇനി കൊന്നില്ലെങ്കിൽ പോലും യോഹന്നാസിലെ പറഞ്ഞു 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സഹോദരനെ അല്ലെ സഹോദരിയെ വെറുക്കുന്നവൾ കൊലപാതകിയാണ്. അവരിൽ നിത്യജീവൻ അല്ലെങ്കിൽ ദൈവമാണ് നിത്യജീവൻ, പരിശുദ്ധാത്മാവാണ്, വസിക്കുകയില്ല.
സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചെന്ന്. ദൈവം പറഞ്ഞ ആ വാണിങ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ധ്യാനത്തിലെ കൗൺസിലിങ്ങിലൂടെ ആയിരിക്കാം, മറ്റു പല രീതിയിൽ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം, കരുണ കാണിക്കണം. അതൊന്നും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യമല്ലേ. സാത്താൻ നമ്മുടെ ഉള്ളിൽ പിടിമുറുക്കിയിട്ട്, ഈ കായന്റെ ഉള്ളിൽ സാത്താൻ അസൂയയും ദേഷ്യമൊക്കെ പിടിമുറുക്കിയിട്ട് എന്താ, അവന് ശരിക്കും തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ദൈവമായ കർത്താവ് മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുന്ന, മറ്റുള്ളവരോട് സ്നേഹമില്ലാതിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ് കായനോട്, ഉൽപ്പത്തി 4:9 കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ആദ്യത്തോട് ചോദിച്ചത്, നീ എവിടെ? നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ, ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിൽ നീ എവിടെ? നോക്കണം, ഈ കായനോട് ചോദിച്ചത് നിന്റെ സഹോദരൻ എവിടെ? നമ്മളോട് ചോദിക്കും മറ്റുള്ളവർ, നിന്റെ അപ്പൻ എവിടെ, നിന്റെ അമ്മ എവിടെ, അവരുമായുള്ള ബന്ധത്തിൽ നീ എവിടെ? നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ നീ എവിടെ? അല്ലെങ്കിൽ നിന്റെ മക്കൾ എവിടെ? ഞാൻ നിന്നെ ഭരമേൽപ്പിച്ച നിന്റെ കുടുംബാംഗങ്ങൾ എവിടെ? അല്ലെങ്കിൽ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ച ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകന്നിരിക്കും. സാത്താൻ അകറ്റിക്കളഞ്ഞ ബന്ധങ്ങൾ, ഇത് വലിയൊരു മേഖലയാണ്. അവിടെയാണ് ഇന്ന് ജെറമ്യായിലൂടെ പറഞ്ഞത്, ആ പണ്ടുണ്ടായിരുന്ന മനോഭാവമല്ല, ഞാൻ തന്നെ യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ ആത്മാവായി ദൈവം അവരുടെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട് അവരുടെ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലാണ്, അവർക്ക് 10 കൽപ്പനകൾ ദൈവം കൊടുത്തു. അതിൽ പാലിച്ചാൽ ദൈവത്തിന്റെ വഴിയെ നടക്കാമെന്ന്. പക്ഷേ നടക്കാൻ കഴിയാതെ അത് പിന്നെയും വലിച്ചു നീട്ടി 613 കൽപ്പനകളാക്കി മോശെ നമുക്കറിയാം. അത്രമാത്രം ഉള്ളം തിന്മയുടെ സ്വാധീനം നിറഞ്ഞ്, ദൈവത്തോട് കോപം, മറ്റുള്ളവരോട് കോപവും വൈരാഗ്യവും ഒക്കെ ആയിട്ടിരുന്ന ഒരു ജനത. ഈജിപ്തിൽ ജെറമ്യാ പറഞ്ഞതാണ് 31-ാമത്തെ വചനം മുതൽ, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാർ ഉടമ്പടി പോലെ ആയിരിക്കില്ല. ആ ദിവസം, അതായത് നമ്മുടെ ആത്മാവില്, യോഹന്നാൻ 14:20 ഈശോ പറഞ്ഞ, ഞാൻ പിതാവിന്റെ ഉള്ളിലാണ്, അല്ലെ, ഇവന്റെ പ്രിയ പുത്രനാകുന്നുവെന്ന് യേശുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞത്. താബോർ മലയിലും കേട്ടു, യേശുവിന്റെ മാമോദിസ സമയത്തും കേട്ടു, ഇവന്റെ പ്രിയ പുത്രനാകുന്നു. യേശുവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, ഇവന്റെ ഉള്ളം, എന്റെ മനം കവർന്നവനാണ് ഇവൻ, ഇവന്റെ ഉള്ളം നിറഞ്ഞു നിൽക്കുന്നവനാണ് ഇവൻ. യേശുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞു. യേശു പറയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ ഉള്ളിലും. അടുത്ത വചനം ഇതാണ്, നിങ്ങൾ എൻ്റെ ഉള്ളിലും എന്ന് പറയുമ്പോൾ, നാം പാപികളായിരിക്കെ അവൻ നമ്മെ സ്നേഹിച്ചു. നാം പാപികളായിരിക്കെ വിളിക്കുകയാണ്, മകനെ നീ എവിടെയാണ്, മകളെ നീ എവിടെയാണെന്ന് അന്വേഷിച്ചു വരുന്ന ആ സ്നേഹം. ഇടയനായ ഞാൻ നല്ല ഇടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ വിശുദ്ധ കുർബാനയായി ജീവിച്ചുകൊണ്ട് നിരന്തരം നമ്മെ തേടുന്ന, നമ്മളും മറ്റുള്ളവരുമായുള്ള ബന്ധം തകർന്ന, അവരെവിടെ? ഞാൻ നിനക്ക് തന്ന നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ എവിടെ? നീ അവരെ എങ്ങനെയാണെന്ന് കരുതുന്നതെന്ന് ചോദിക്കുന്ന ആ സ്വരം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. പ്രിയമുള്ളത്, അത് കേൾക്കാൻ ആർക്ക് ഭാഗ്യം ലഭിക്കുന്നു? അതാണ് മാനസാന്തരം. അവിടുന്ന് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് മാനസാന്തരമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ജെറമ്യാ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിയുമ്പോൾ, ഞാൻ ഇനിയും നിങ്ങളുടെ ഉള്ളിലേക്ക്, അവരെ പുറമെ കല്ലുകളിൽ എഴുതി കൊടുത്താൽ കൽപ്പനകളിൽ മോശ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ച് വായിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജനതയായിട്ടല്ല. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഇത്രയും നാളും കൽപ്പലകൾ എഴുതി സമാഗമ അല്ലെങ്കിൽ വാഗ്ദാന പേടകത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന ആ കൽപ്പലകൾ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചു, നമ്മളൊരു വാഗ്ദാന പേടകമായി മാറും. അതായത് നമ്മുടെ ഉള്ളിൽ അന്ന് കൽപ്പലകളിൽ എഴുതിയ കല്ല് വാഗ്ദാന പേടകത്തിന്റെ ഉള്ളിൽ വഹിച്ചിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതും, ഇതിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുക. 2, നീ നിന്നെ പോലെ തന്നെ മറ്റെല്ലാവരെയും സ്നേഹിക്കുക. നീ നിയമം നമ്മുടെ ഹൃദയത്തിൽ നിരന്തരം ഓർപ്പിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു ദൈവം. അത്രമാത്രമാണ് യേശുവിന്റെ രക്ഷാകരമായ അനുഭവത്തെ കുറിച്ചാണ്. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും.
ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക ഇന്ന്, കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ സഹോദരിയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പമെന്നേ എല്ലാവരും എന്നെ അറിയും. കാരണം നമ്മുടെ ഉള്ളങ്ങൾ, നമ്മുടെ മനോഭാവങ്ങളെ നയിച്ചുകൊണ്ടു പോകുന്ന, നമ്മുടെ വഴി നടത്തുന്ന ഒരു ദൈവം. കർത്താവ് അരുളി ചെയ്യുന്ന അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വെക്കുകയില്ല. അപ്പൊ ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് നമ്മുടെ പാപം പോലും ദൈവം മനസ്സിൽ വെക്കുകയില്ല. നമ്മുടെ പാപത്തിന് പൂർണ്ണമായ ക്ഷമ നമുക്ക് ലഭിക്കും നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോഴാണ്. നിങ്ങളൊരു നമ്മളിത് ഈ ചിന്തകളിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് നൽകുമ്പോൾ, കാരണം ഈ ദൈവം കണ്ട മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചതാണെന്ന് പറഞ്ഞത് അതും ജെറമ്യ തന്നെ 17 പറയുന്നുണ്ട്. ജെറമ്യ 17:9 ഇങ്ങനെ പറയുന്നുണ്ട്. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്, നമ്മുടെ മനസ്സിന് ചിന്താഗതി, നമ്മുടെ മനോഭാവത്തെ കുറിച്ചാണ്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും, അല്ലേ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവാണ്. കർത്താവായ ഞാൻ മനസ്സിനെ പരീക്ഷിക്കുകയും കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. നിരന്തരം നമ്മെ വിളിക്കുകയാണ്. നമ്മളതനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമുക്ക് പ്രതിഫലം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലം ദൈവത്തിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്നായിരിക്കും നമ്മൾ കേൾക്കുക. തിരുമുഖം ദർശനം നമുക്ക് സാധ്യമല്ലാതെ വരും. അവിടെയാണ് ഏറ്റവും വലിയ ദുഃഖം. മരിച്ചുപോയ ഒരു ആത്മാവിന് ദൈവത്തെ ദർശിക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല. ഈ ഭൂമിയിൽ നമുക്ക് പറയാം, നമുക്ക് അവരുണ്ട്, ഇവരുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ആശ്രയിക്കാൻ. അതുകൊണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് റിട്ടയർമെന്റ് ഹോമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ ആശ്രയിക്കാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിന് ഇന്നലെ ഓർപ്പിച്ചു, നല്ല ബോധ്യമാണ്. മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ആത്മാവിന് നല്ല അറിവാണ്. കാരണം അപ്പൊ ശരീരവും മനസ്സുമില്ല, ആത്മാവ് മാത്രമായി തീർന്നപ്പോൾ ആത്മാവ് ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ ഈ ആത്മാവ് ദൈവത്തെ തേടുകയാണ്. സഭാപ്രസംഗൻ 12 പലപ്പോഴും ചിന്തിച്ച 7-ാമത്തെ വചനം അല്ലെ, നമ്മുടെ ശരീരം മണ്ണായി തീരുമ്പോൾ ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് കുതിച്ചു പായുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിൽ, കാരണം ദൈവത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ആത്മാവിനെ കിട്ടിയത്. സഭാപ്രസംഗൻ 11:5 ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറയുന്നത് എങ്ങനെയെന്ന് ആരും അറിയുന്നില്ല. ദൈവമായ കർത്താവ് നമ്മളിൽ നിക്ഷേപിച്ച, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം നിക്ഷേപിച്ച ചൈതന്യം ഇത്രനാളും നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തോട് ചേർന്നുണ്ടായി. നമ്മൾ മരിക്കുമ്പോൾ അത് വിട്ടുപോവുകയാണ്, തിരിച്ച് ദൈവത്തെങ്കിലേക്ക് പോവുകയാണ്. വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അത് ദൈവത്തെങ്കിലേക്ക് തിരികെ എത്തിയേ പറ്റുള്ളൂ. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. ഈ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർത്ത് നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി, ഒന്ന് കോളേജിൽ പഠിക്കാതിരിക്കും, അല്ലെ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നെന്ന് ഓർത്ത് നോക്കി, അല്ലേ. അവരിപ്പോൾ വരും, സ്കൂൾ ബസ് വരും, അല്ലെ വന്ന് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സ് വെമ്പിയിരിക്കും നമ്മളുടെ ആ ചിന്തയെന്ന് ഓർത്ത് നോക്കി. ദൈവമായ കർത്താവ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഏറിയാൽ 70, 80, 90, 100, 120 വർഷം ദൈവത്തിന് മുമ്പിൽ ഒരു ദിവസം പോലെ ഇല്ല. രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നൊരു കുഞ്ഞിനെ കാത്തിരിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് കാത്തിരിക്കുക. അതിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനമുണ്ട്. ജെറമ്യായിൽ തന്നെ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ അനുസരിക്കാതെ നിങ്ങൾ വഴിതെറ്റിപ്പോയി, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, ഒരമ്മ കുഞ്ഞിനെ കാണുന്നില്ലെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞ് ആ കുഞ്ഞിനെ കാണുന്നത് വരെ മാറത്തടിച്ച് എന്റെ കുഞ്ഞ് എവിടെ പോയി എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് ഓർത്ത് വയ്ക്ക്. ഈ 70, 80, 90, 100, 120 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മുടെ ആത്മാവ് തിരിച്ചെത്തുമെന്ന് കാത്തിരിക്കുന്നൊരു ദൈവം. ഇവിടെയാണ് ജെറമ്യ 13 പറഞ്ഞത്, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അടിമത്തത്തിലേക്ക് പോവുകയാൽ, നിങ്ങൾ അന്ധകാരത്തിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ അന്ധകാരത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്റെ ആത്മാവ്
നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളൊരുകി കരയും. ദൈവമായ കർത്താവ് പറയും. നമ്മുടെ വിചാരം ഈ കർത്താവ് ചുമ്മാ ഇങ്ങനെ വടിയൊക്കെ പിടിച്ചെന്നെ വിധിക്കാൻ അല്ല. നമ്മളെ ഒരു അമ്മയെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നൊരു നമ്മുടെ ആത്മാവിനെ അല്ലെ, അമ്മയെപ്പോലെ അല്ലെ, യേശയ്യ 66 പറഞ്ഞു, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ലാളിക്കും, ഞാൻ നിന്നെ എൻ്റെ മടിയിലെടുത്ത് ലാളിക്കും, ഞാൻ നിന്നെ എൻ്റെ എളിയിലെടുത്തു നടക്കും, ഞാൻ നിന്നെ പാലൂട്ട് വളരും. നമ്മുടെ ആത്മാവിനെ കുറിച്ച് ദൈവം ചിന്തിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു അമ്മ ചിന്തിക്കുന്ന പോലെ ദൈവമായ കർത്താവ് പറയാണ്, ഇതിൽ ദൈവത്തിൻ്റെതാണ് നമ്മുടെ ആത്മാവ്. അപ്പൊ ദൈവസന്നിധിയിലേക്ക് തിരികെ വരുന്നില്ലെങ്കിൽ ഹൃദയം പൊട്ടി കരയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. അവിടെ ദൈവനീതി എന്ന് പറയാം. ദൈവനീതിക്ക് അത് താങ്ങാനാവില്ല പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമുക്ക് സഹനങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് എങ്ങനെയും നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാവ് തിരിച്ചെത്താനായിട്ട് ഇത് നമ്മൾ അറിയണം. നിങ്ങൾ എന്നെ, നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ജെറമ്യാ 29 പറഞ്ഞത്. അവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല, ഞാൻ നിങ്ങളെ കണ്ടെത്തും. കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയൻ അല്ലെ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. രോഗങ്ങളായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, വെള്ളപ്പൊക്കമായിരിക്കാം, മണ്ണിടിച്ചിലായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങളെന്നെ തേടാനായിട്ട്, നിങ്ങളെന്നെ അന്വേഷിക്കാൻ ഞാനുണ്ട്, ഞാൻ ദൈവമുണ്ട് എന്ന് അന്വേഷിക്കാൻ അറിയാൻ നിങ്ങളെന്നെ തേടാൻ ഞാൻ ഇടയാക്കും. കാരണം നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. ഇതാണെന്ന് ജെറമ്യാ പറഞ്ഞത്. ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന്. നമ്മുടെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ നിക്ഷേപവും ഈശോ ഓർപ്പിച്ചതെന്നാണ്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മളെ ഓർപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിൽ ഉറപ്പിക്കാനായിട്ട്. പത്രോസ് 12 അപ്പസ്തോലന്മാരെ തിരുസഭയൊക്കെ സ്ഥാപിക്കുന്നത് പത്രോസിന്റെ അല്ലേ. നമ്മൾ ഈ കല്യാണത്തിന് മനസ്സമ്മതം ചോദിക്കുന്നില്ലേ അല്ലേ? പൂർണ്ണമായ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സമൂഹത്തോടും കൂടെ ഇയാളെ നിന്റെ ഭർത്താവായ ഭാര്യയായി സ്വീകരിക്കാൻ നീ പൂർണ്ണമായും സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതമാണെന്ന് പറഞ്ഞാലേ ആ വിവാഹം നടക്കുള്ളൂ എന്ന് പറഞ്ഞ പോലാണ് ഇവിടെ യേശു ഒരു മനസ്സമ്മതം. ഈ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തിട്ട് ഒരു മനസ്സമ്മത ചോദ്യം നടക്കുന്ന ഒരു കാര്യമാണ്. തൻ്റെ സഭയെ നയിക്കാനായിട്ട് ഈ പത്രോസിനെ തിരഞ്ഞെടുത്തതിന്റെ കാരണം ഒരു മനസ്സമ്മതം നടന്നുകൊണ്ടാണ്. അവിടെ സുവിശേഷം എന്ന് മത്തായി 16:16 യേശു ഗസരിയ 13 വചനം, യേശു ഗസരിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അല്ലേ, കുറെ നാള് പെണ്ണും ചെറുക്കനുമായിട്ട് കൂടെ നടന്ന് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ. നല്ലൊരു മനസ്സിലായി ഇവൾ ആരാണ്, ഇവൻ ആരാണെന്ന് നല്ലതായിട്ട് മനസ്സിലാക്കിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ അല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ട് അപ്പനും അമ്മയും കണ്ടുപിടിച്ചൊന്നും കല്യാണം കഴിച്ചത് കുഴപ്പമൊന്നുമില്ല. അന്നത്തെ സംവിധാനമൊക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് തനിക്ക് ചേർന്നതാണോ എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയ ശേഷമേ ഒരു പെണ്ണോ ചെറുക്കനോ ഒക്കെ മോതിരം മാറാൻ തയ്യാറാവുകയുള്ളൂ. ആയുഷ്കാലം മുഴുവൻ കൂടെ ജീവിക്കേണ്ട വ്യക്തിയാണ്. എനിക്ക് പൂർണ്ണമായും എൻ്റെ മനസ്സിന് ചേർന്നതല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യമില്ല, അവിടെ വേണ്ട അല്ലേ. എത്രയോ കൂട്ടായ്മയിൽ നിന്ന് അനേക ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു മേഖലയാണിത്. ചിലരൊക്കെ കരഞ്ഞു നിലവിളിക്കുകയാണ്, അവളെന്നെ ഇപ്പൊ വിളിക്കുന്നില്ല. കൂടുതലും ആമ്പിള്ളാരാണ് വിളിക്കുന്നത്. ഈ ആമ്പിള്ളാരുടെ സ്വഭാവം പെണ്ണുങ്ങൾ ഞാൻ പറയും കുറച്ച് ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. കുടുംബജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് പുരുഷന്മാരിങ്ങനെ ആ ഒരു രീതി പോവുകയാണ്. എന്നാൽ ഒരു സ്ത്രീയിൽ, ഒരു അമ്മയിൽ, ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയും, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും മാതൃത്വത്തിലൂടെ അവൾ രക്ഷപ്പെടുമെന്നാണ് വചനം പറയുക. ഒരു സ്ത്രീയുടെ രക്ഷ ഒരു കുഞ്ഞിനെ അമ്മ നല്ലതായിട്ട് വളർത്തി ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ മാതൃത്വം ദൈവസന്നിധിയിൽ വിലയുള്ളതായിത്തീരുക. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ കിരീടധാരിണിയായത്? വെറുതെ കൊണ്ടല്ല. ദൈവഹിതപ്രകാരം പുത്രനെ കാൽവരിയിൽ ബലിയർപ്പിക്കാനായിട്ട് ദൈവഹിതപ്രകാരം, അമ്മയുടെ ഇഷ്ടമല്ല, ദൈവഹിതപ്രകാരം ആ കുഞ്ഞിനെ വളർത്തി ദൈവത്തിനായി, സ്വാമുവേലിനെ ദൈവത്തിനായി ബലിയായി അല്ലെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുന്ന ഒരമ്മ. അതെ എന്ന് പറഞ്ഞു എന്ന് പറയുള്ളത്. അപ്പോൾ ഒരു മനസ്സമ്മതമുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ യേശു ചോദിക്കുകയാണ്,
ഞാൻ ആരെന്നാണ് ഇത്രയും നാൾ നിങ്ങൾ എന്റെ കൂടെ നടന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ, അല്ലെ എന്നെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എല്ലാവരും ചിലരൊക്കെ പറഞ്ഞു എന്താ, ചിലർ പറഞ്ഞു സ്നാപയോഹന്നാൻ. ജനങ്ങളൊക്കെ എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് സ്നാപയോഹന്നാൻ എന്ന്. ജനങ്ങൾ മറ്റുള്ളവർ എന്താ പറയുന്നത്? ജനങ്ങൾ പറയുന്നു സ്നാപയോഹന്നാൻ എന്ന് പറയുന്നു, ഏലിയ എന്ന് പറയുന്നു, ജെറമിയ എന്ന് പറയുന്നു, പ്രവാചകന്മാർ ഒരുവൻ എന്ന് പറയുന്നു. അവനവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ ഈ 12 പേര് പറയുന്നത്? അവിടെ ഒരു മനസ്സമ്മതമായിരുന്നു, ചോദ്യമായിരുന്നു. എന്താ അവിടെ പത്രോസ്, ശിമയോൻ പത്രോസ് ഒരു ധൈര്യപൂർവ്വം ഉറക്ക നല്ല ബോധ്യത്തിൽ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആമേൻ, ഹല്ലേലൂയ. ബൈബിളിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് ഞാൻ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇന്ന് വിശുദ്ധ കുർബാനയായി വചനത്തിന്റെ പൂർത്തീകരണമായ യോഹന്നാൻ 6-ാമത്തെ അധ്യായം മുഴുവനും വായിച്ച് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പുറപ്പാട് 16 വായിച്ചിങ്ങനെ വരുമ്പോൾ, അന്ന് മന്നായായി പെയ്തവൻ ഞാനാണ്, സ്വർഗത്തിൽ നിറഞ്ഞു വന്ന യഥാർത്ഥ അപ്പം എന്ന് ഈശോ പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 6 കൂദാശയായി മാറിയവൻ ഇന്ന് ഭൂമിയിൽ മരിച്ചുയർത്ത ആത്മാവിലും ജീവിക്കുന്ന കർത്താവിനെ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഹൃദയത്തിൽ പറയാൻ, അവന് എന്റെ ആത്മാവിൽ വസിക്കുന്ന ദൈവമാണെന്ന് ചങ്കിൽ തൊട്ടുകൊണ്ട് പറയാൻ, അവിടെയാണ് മനസ്സമ്മതം നടക്കുക. അവൻ നമ്മളെ നയിക്കും. അവനുമായൊരു ബന്ധം, ഒരു വിവാഹബന്ധം പോലെ നിത്യത വരെയുള്ളൊരു ബന്ധം അവൻ നമുക്ക് ഉറപ്പു തരും. അവൻ നമ്മളിലൂടെ എപ്പോഴും അനുഗ്രഹിക്കും മറ്റുള്ള. നീ ഒരു അനുഗ്രഹമായിരിക്കുന്ന അബ്രാഹത്തിലുള്ള അബ്രാഹത്തിന്റെ ദൈവത്തിലുള്ള വിശ്വാസം. ശിമയോൻ പത്രോസാണ് പറഞ്ഞത്. അതെ, ആ ഏറ്റുപറച്ചിലാണ് തിരുസഭയുടെ സ്ഥാപനമെന്ന് നമുക്കറിയാം. പന്തക്കോസ്ത നാളിലാണത് പൂർണ്ണമായും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിറവേറിയത്. ശിമയോൻ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനോട് പറയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാനാണ്. നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നീയാണ് എനിക്ക് യോഗ്യൻ. നീയാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞവൻ. നീയാണ് എൻ്റെ കൂടെ എൻ്റെ ഹിതം നിറവേറ്റാൻ യോഗ്യൻ. എന്നിലൂടെ ഹിതം നിറവേറ്റാൻ, അല്ലെ മുമ്പോട്ട് തിരുസഭ നയിക്കുവാനുള്ള മാംസരക്തം എന്ന് പറഞ്ഞാൽ വെറും ശരീരവും മനസ്സുമല്ല, സ്വർഗത്തിലെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈ ഏറ്റുപറച്ചിലാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ ആ പത്രോസിനെയാണ്, വേറൊന്നും കൊണ്ടല്ല. യോഹന്നാനാണ് യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് സംശയമില്ലാതെ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറഞ്ഞ പത്രോസിനെയാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാക്കി. ഇന്നും അത് തുടരുകയാണ് പ്രിയമുള്ളവർ. ഫ്രാൻസിസ് മാർപ്പാപ്പായിലൂടെയും തുടരുകയാണത്. നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഇന്ന് നമ്മൾ ചുമ്മാ പറയല്ല, ഹൃദയം തൊട്ട് പറയണം. എന്നിട്ട് പറഞ്ഞെന്താ, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇല്ല, എന്തെല്ലാം പ്രകമ്പനമാണ് ലോകത്ത് നടക്കുന്നത്. പക്ഷെ ഒന്നും വിലപ്പെടാതില്ല. കാരണം യേശു സ്ഥാപിച്ചതാണ്. കാൽവരിയിൽ ഈ സാത്താനെ യേശു പരാജയപ്പെടുത്തിയതാണ്. എന്നിട്ടെന്താ പറഞ്ഞത്? ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ സഭയ്ക്ക് പത്രോസിന് നൽകി, വേറെ ആർക്കുമല്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ വേറെ ആർക്കും നൽകിയിട്ടില്ല. മനുഷ്യനെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ ആത്മാവിനെ എത്തിക്കാനായുള്ള ആ ആളുടെ പ്രവൃത്തി, അതിനുള്ള താക്കോല് ഞാൻ പണ്ട് ഓർപ്പിച്ച് പലപ്പോഴും വെളിപാട് 1 ഈശോ പറഞ്ഞു, ഞാൻ മരിച്ചു ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട്. ആ താക്കോല് യേശു പത്രോസിനെ ഏൽപ്പിച്ചെന്ന് ഞാൻ പറയും. ദൈവരാജ്യത്തിൻ്റെ താക്കോല് അല്ലേ, നരകം അടച്ചിട്ട് സ്വർഗത്തിലേക്ക് ഏറ്റുവിടാനുള്ള താക്കോല് സഭയിലൂടെ, പാപം വചനത്തിലൂടെ യേശുവിൻ്റെ ദിവ്യകാരുണ്യ സ്ഥാനത്ത് നടക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ആർക്ക്? ആദ്യത്തെ മാർപ്പാപ്പായ്ക്ക് അല്ലേ. നമ്മൾ പത്രോസിന്റെ താക്കോല് കൈ കാണുന്ന ആള് റോമിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, കയ്യിൽ താക്കോലുമായിട്ട് നിൽക്കുന്ന പത്രോസിന്റെ പ്രതിമ. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം പാപമോചനമാണ്. കുമ്പസാരം യോഹന്നാൻ 20:20 അത് വീണ്ടും പറഞ്ഞു. പരിശുദ്ധാത്മാനെ മരിച്ചുയർത്തി ഈശോ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാനെ സ്വീകരിക്കാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഇത് കുമ്പസാരം എന്ന കൂദാശയാണ്. സഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ
കുമ്പസാരിക്കാതെ നടന്നു. ആദ്യം പോയി കുമ്പസാരിച്ച് പിന്നെ എൻ്റെ മറ്റുള്ള ഒരു അപ്പനും അമ്മയായിട്ടും സഹോദരങ്ങളായിട്ടൊക്കെ ബന്ധം. അതായിരുന്നു പ്രിയമുള്ള ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത എവിടെയാണ്. ആദം നീ എവിടെ? കായ നിന്റെ സഹോദരൻ എവിടെ? ഈ രണ്ട് മേഖലയാണ് ദൈവം നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.